ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. അത് ചൊവ്വുള്ളതെങ്കിൽ ശരീരം പ്രകാശിതമായിരിക്കും, കേടുള്ളതെങ്കിലോ മുഴുവനും ഇരുണ്ടതായിരിക്കും. കർത്താവിൻ്റെ മലമുകളിലുള്ള പ്രസംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം ഈ കണ്ണിനെ മനസ്സായിട്ടും മോർ അഗസ്റ്റിൻ ഹൃദയത്തിൻ്റെ നിരൂപണമായും സെറൂഗലെമാർ യാക്കോബ് ഇതിനെ ആത്മീയ ദൃഷ്ടി അല്ലെങ്കിൽ ദ സ്പിരിച്വൽ വിഷൻ ഓഫ് ദ സോൾ എന്നതായും വിശേഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 6-ാമത്തെ ആഴ്ച ജന്മം കൊണ്ട് വെളിച്ചം എന്തെന്ന് അറിഞ്ഞുകൂടാത്തൊരു മനുഷ്യന് വെളിച്ചത്തിൻ്റെ വാതായനങ്ങളെ തുറന്നു കൊടുത്ത പിറവി കുരുടന് സൗഖ്യം നൽകിയ സംഭവമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ചുരുങ്ങിയ വാക്കുകളിൽ രേഖപ്പെടുത്തുന്നു എങ്ങനെ കർത്താവ് അവന് സൗഖ്യം നൽകി. എന്നാൽ ആ അധ്യായത്തിൻ്റെ മറ്റ് വാക്യങ്ങളിലൊക്കെയും എങ്ങനെ ഒരു സമൂഹത്തിന് കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയുന്നില്ല എന്നതാണ് സുവിശേഷകൻ കൂടുതൽ വിവരിക്കുവാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭീമമായ പ്രതിസന്ധിയും ഇതുതന്നെയാണ്. എല്ലാം കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നിരൂപണങ്ങൾ കൊണ്ടും ഓരോ ദിവസവും ഉള്ളിലെ വെളിച്ചം കുറഞ്ഞ മനുഷ്യരായി നമ്മൾ പരിണമിക്കുകയാണ്. കർത്താവിൻ്റെ ഈ പീഡാസഹനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശുദ്ധനായ ഐറേനിയോസ് പറയുന്നത് പോലെ The one who formed man in the beginning now recreate and heals, restoring the inner and outer vision. ഈ വിചാരത്തോടുകൂടി കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലേക്ക് പ്രവേശിക്കുവാനും അവൻ്റെ ഉത്ഥാന പെരുന്നാളിൽ പ്രകാശമുള്ള കണ്ണുകളോടുകൂടി നമുക്ക് പറയുവാൻ സാധ്യമാകണം, അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു. ആമേൻ.